തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായുള്ള പുതിയ തൊഴിൽ കരാർ ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. യുഎഇയിലെ തൊഴിൽ വിപണിക്ക് അന്താരാഷ്ട്ര നിലവാരം ഉറപ്പുവരുത്തുകയെന്നതും പുതിയ തൊഴിൽ കരാർ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നു. ദുബായിൽ നിന്നും ടി ജമാലുദ്ദീന്റെ റിപ്പോർട്ട്. യുഎഇയിൽ തൊഴിലാളികൾക്ക് അന്താരാഷ്ട്ര തൊഴിൽ നിലവാരം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻനിർത്തിയുള്ളതാണ് പുതിയ തൊഴിൽ കരാർ. തൊഴിൽ മേഖലയിലെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള തൊഴിൽ കരാർ ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ചുള്ള 3 ഉത്തരവുകൾ പുറത്തിറങ്ങി. തൊഴിൽ മേഖലയിലെ കരാറുകൾക്ക് ഏകമുഖം നൽകി പുതുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കരാറിലുണ്ട്. ഏകീകരിച്ച തൊഴിൽ കരാറുകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിലൂടെ തൊഴിലാളി ഉടമ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തൊഴിൽ മന്ത്രി സഖർ ഗബ്ബാഷ് അറിയിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് പുതിയ നിയമം. പുതിയ നിയമമനുസരിച്ച് തൊഴിൽ പെർമിറ്റ് ലഭിക്കാൻ തൊഴിലാളികളുടെ ഒപ്പ് നിർബന്ധമാകും. തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും വകവെച്ചുകൊണ്ടായിരിക്കും കരാർ പുതുക്കുക. യുഎഇയിലെ തൊഴിൽ വിപണിയുടെ ക്ഷമത വർദ്ധിപ്പിക്കാനും പുതിയ കരാർ സഹായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. റാസൽ ഖൈമയിൽ ഗതാഗത ലംഘനങ്ങൾക്കെതിരെ നടപടികൾ ശക്തമാക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ റാസൽ ഖൈമയിൽ ചുവപ്പ് സിഗ്നൽ ലംഘിച്ച 466 കേസുകൾ ഉണ്ടായതായി റാസൽ ഖൈമ പോലീസ് അറിയിച്ചു. ഫെഡറൽ ട്രാഫിക് നിയമം അനുസരിച്ച് ചുവപ്പ് സിഗ്നൽ ലംഘിച്ചാൽ 800 ദിർഹവും 8 ബ്ലാക്ക് പോയിന്റുമാണ് പിഴ. 15 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും. ഗതാഗത നിയമങ്ങൾ അനുസരിച്ച് ഗതാഗത സംസ്കാരം മെച്ചപ്പെടുത്താൻ ഡ്രൈവർമാർ ശ്രമിക്കണമെന്ന് റാസൽ ഖൈമ പോലീസ് മേധാവി അറിയിച്ചു. ദുബായിൽ ജന്മദിനവുമായി ബന്ധപ്പെട്ട അവധി ദിവസങ്ങളിൽ മെട്രോ ഉൾപ്പെടെയുള്ള പൊതു സർവീസുകളുടെ സമയക്രമം പുതുക്കി. മെട്രോ റെഡ് ലൈൻ സർവീസ് ഡിസംബർ 24 പുലർച്ചെ 5 ആരംഭിച്ച് രാത്രി 1 വരെ തുടരും. അതേസമയം ഗ്രീൻ ലൈൻ സർവീസ് പുലർച്ചെ 5:50 ആരംഭിച്ച് രാത്രി 1 വരെ തുടരും. ബസ്സുകളും മുഖ്യ സ്റ്റേഷനുകളും പുലർച്ചെ 4:25 മുതൽ രാത്രി 1 വരെ പ്രവർത്തിക്കും. RTA ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങൾക്ക് ഡിസംബർ 24, 25, 26 എന്നീ തീയതികളിൽ അവധിയായിരിക്കുമെന്നും 27 പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും RTA അധികൃതർ അറിയിച്ചു. യമനിൽ ഹൂതി വിമതർ വെടിനിർത്തൽ ലംഘിച്ചതിനെ സൗദി മന്ത്രിസഭ അപലപിച്ചു. യമൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങൾക്ക് വെടിനിർത്തൽ ലംഘനം ഗുണം ചെയ്യില്ലെന്ന് സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം വ്യക്തമാക്കി. റിപ്പോർട്ടിലേക്ക്. യമനിൽ ഹൂതി മിലിഷ്യകൾ വെടിനിർത്തൽ ലംഘിച്ചതിന് സൗദി മന്ത്രിസഭ അപലപിച്ചു. യമൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങൾക്ക് വെടിനിർത്തൽ ലംഘനം ഗുണം ചെയ്യില്ലെന്ന് തുരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം വ്യക്തമാക്കി. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റെ ആസ്ഥാനം ജിദ്ദയിൽ നിന്നും റിയാദിലേക്ക് മാറ്റാനും മന്ത്രിസഭ തീരുമാനിച്ചു. അതോറിറ്റിയുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത വിധം 1.5 വർഷത്തിനുള്ളിൽ ആസ്ഥാനം റിയാദിലേക്ക് മാറ്റാനാണ് തീരുമാനം. അതിനിടെ യമൻ വെടിനിർത്തൽ ഒരാഴ്ച കാലത്തേക്ക് നീട്ടാൻ തീരുമാനിച്ചതായി യമൻ വിദേശമന്ത്രി അബ്ദുൽ മാലിക് അൽ മിഖ്ലാഫി അറിയിച്ചു. ഹൂത്തി മിലിഷ്യകൾ പാലിക്കുന്ന പക്ഷം വെടിനിർത്തൽ സ്വമേധയാ വീണ്ടും നീട്ടുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഹൂത്തി മിലിഷ്യകൾ വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ ജിസാൻ ലക്ഷ്യമാക്കി ഹൂത്തി മിലിഷ്യകൾ തൊടുത്തുവിട്ട മിസൈൽ സൗദി വ്യോമ പ്രതിരോധ സേനയുടെ പാട്രിയറ്റ് വിഭാഗം തകർത്തു. പുലർച്ചെ 3-ന് തൊടുത്തുവിട്ട മിസൈൽ സൗദിയിൽ പതിക്കുന്നതിന് 50 കിലോമീറ്റർ വെച്ച് സൗദി സൈന്യം തകർത്തു. ശനിയാഴ്ച നജറാനു നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാരനും 1 സൗദി പൗരനും കൊല്ലപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിലെ മധുര സ്വദേശി മുഹമ്മദും വില്ലുപുരം ജില്ലയിലെ കല്ലുകുറിച്ചി സ്വദേശി ആന്റണിയുമാണ് മരിച്ചത്. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. കല്യാൺ ജുവലേഴ്സിന്റെ പ്രൊമോഷൻ പദ്ധതിയായ ബെൻലി പ്രചാരണ പരിപാടിയിലെ സമ്മാന ജേതാവായ സുർബീൻ സ്വദേശി സ്റ്റെഫാൻ ഷിബ്ലിക്ക് ബെൻലി കാർ സമ്മാനിച്ചു. ദുബായ് കിസോയിസ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ കല്യാൺ ജുവലേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമേശ് കല്യാണരാമൻ സ്റ്റെഫാന് ബെൻലി കാർ സമ്മാനിക്കുകയായിരുന്നു. UAEയിലെ കല്യാൺ ജുവലേഴ്സ് ഷോറൂമുകളിൽ നടപ്പാക്കിയ വിനെ ബെൻലി പ്രചാരണ പരിപാടിയിൽ നിന്നാണ് വിജയിയെ തിരഞ്ഞെടുത്തത്. റീറ്റെയിൽ രംഗത്തെ അതികായരായ നെസ്റ്റോ വൻ വിലക്കുറവും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ച് ഇയർ ആൻഡ് ബനാൻസയ്ക്ക് നാളെ തുടക്കം കുറിക്കുന്നു. ഗാർദീനിയ, ബത്ത എന്നീ ഹൈപ്പറുകളിൽ 24, 25, 26 തീയതികളിൽ നടക്കുന്ന പ്രൊമോഷനിൽ ഉപഭോക്താക്കൾക്കായി 1+1 ഓഫർ, 2+1 ഓഫർ, ഗാർമെന്റ്സുകൾക്ക് ക്ലിയറൻസ് വിൽപ്പന പോലെയും വെല്ലുന്ന തരത്തിലുള്ള കില്ലർ ഓഫർ തുടങ്ങി ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ മൈ നെസ്റ്റോ റോയൽറ്റി പ്രോഗ്രാം 2ാം ഘട്ടം ഉപഭോക്താക്കൾക്ക് മികച്ച ആനുകൂല്യങ്ങൾ ലഭിക്കത്തക്ക രീതിയിൽ പരിഷ്കരിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ നാസർ, KI ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ രാജു, KR ഫൈനാൻസ് മാനേജർ ഫസലുദ്ദീൻ, VM പ്രൊക്യൂർമെന്റ് മാനേജർ ബഷീർ, HR മാനേജർ തുടങ്ങിയവർ പങ്കെടുത്തു.
ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ മലയാളി രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ ഡിസ്പാക് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന കായികമേളയുടെ ലോഗോ പ്രകാശനവും കുടുംബസംഗമവും വൈവിധ്യങ്ങളാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. കായികമേളയുടെ ലോഗോ പ്രകാശനം ITL ഇറാം ഗ്രൂപ്പ് CMD ഡോക്ടർ സിദ്ദീഖ് അഹമ്മദും ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി ചെയർമാൻ ഡോക്ടർ അബ്ദുൽ സലാമും ചേർന്ന് നിർവഹിച്ചു. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ എന്ന വിഷയത്തെ അധികരിച്ച് നിഹാസ് വാജിദും ഇംഗ്ലീഷ് ഭാഷയിലെ പ്രായോഗിക ഉച്ചാരണം എന്ന വിഷയത്തെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ നടത്തിയ പരിശീലന കളരിയും സദസ്സിന് ഹൃദ്യാനുഭവമായി. ഗോപിനാഥ് മേനോൻ, ആൽബിൻ ജോസഫ്, സാജിദ് ആറാട്ടുപുഴ, ഷബീർ ചാത്തമംഗലം, ഷെരീഫ് മേലാറ്റൂർ, അബ്ദുൽ അലി കളത്തിങ്കൽ, അബ്ദുൽ മജീദ് കൊടുവള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. ചെന്നൈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേളി കലാ സാംസ്കാരിക വേദി ദുരിതാശ്വാസ ഫണ്ട് രൂപീകരിച്ചു നൽകി. NRK-യുടെ നേതൃത്വത്തിൽ സ്വരൂപിക്കുന്ന ചെന്നൈ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സംഭാവന നൽകിയത്. കേളി ഫുട്ബോൾ ഫൈനൽ മത്സരം വീക്ഷിക്കാൻ എത്തിയവരിൽ നിന്നും പ്രവർത്തകർ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുകയോടൊപ്പം കേളി ജീവകാരുണ്യ ഫണ്ടിൽ നിന്നുള്ള വിഹിതവും കൂടി ചേർത്താണ് നൽകിയത്. ഫുട്ബോൾ ഫൈനൽ സമാപന സമ്മേളന ചടങ്ങിൽ വെച്ച് മുഖ്യ രക്ഷാധികാരി KR ഉണ്ണികൃഷ്ണനിൽ നിന്നും NRK ചെയർമാൻ B ബാലചന്ദ്രൻ, NRK ട്രഷറർ VK മുഹമ്മദ്, നാസർ കാരന്തൂർ, നവാസ് മൊയ്തീൻ കോയ തുടങ്ങിയവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി. ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിച്ച് ഭരണം നിലനിർത്തുക എന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയം പ്രായോഗികവൽക്കരിക്കുകയാണ് BJP സർക്കാർ ചെയ്യുന്നതെന്ന് അസീർ പ്രവാസി സംഘം അബഹ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജിസാൻ ജല രക്ഷാധികാരി ഡോക്ടർ മുബാറക് സാനി അഭിപ്രായപ്പെട്ടു. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി നിസാർ എറണാകുളം, പ്രസിഡന്റായി പ്രശാന്ത് നിലമ്പൂർ, ട്രഷററായി സലാം, ഏരിയ റിലീഫ് ടീം കൺവീനറായി അനിൽകുമാർ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു. അസീർ പ്രവാസി സംഘം രക്ഷാധികാരി മൻസൂർ മേപ്പടി, ജനറൽ സെക്രട്ടറി റഷീദ് ചന്ദ്രപിന്നി, പ്രസിഡന്റ് സുരേഷ് മാവേലിക്കര, സന്തോഷ് കുമാർ പുതിയങ്ങാടി, ബാബു പരപ്പനങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. ഹ്രസ്വ സന്ദർശനാർത്ഥം ദമാമിലെത്തിയ മുൻ പാർലമെന്റ് അംഗം PT തോമസുമായി ദമാമിലെ കാലിക്കറ്റ് എയർപോർട്ട് യൂസേഴ്സ് ഫോറം പ്രതിനിധികൾ ചർച്ച നടത്തി. യൂസേഴ്സ് ഫോറം ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് കൊടുവള്ളിയുടെ നേതൃത്വത്തിൽ ഫോറം പ്രതിനിധികളായ ഡോക്ടർ അബ്ദുൽ സലാം, PM നജീബ് അരഞ്ഞിക്കൽ തുടങ്ങിയവർ ഫോറം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് PT തോമസിനെ സന്ദർശിച്ച് പിന്തുണ തേടി. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇടപെടലുകൾ നടത്തിയതായി അദ്ദേഹം പറഞ്ഞു. കിഴക്കൻ പ്രവിശ്യയിലെ കൂട്ടായ്മയായ വടകര NRI ഫോറത്തിന്റെ 8ാം വാർഷിക ആഘോഷങ്ങൾക്ക് അൽഖോബാർ തുലിബ് ഇൻ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. വാർഷിക പരിപാടികളുടെ ആദ്യ അരങ്ങായ നോ യുവർ ചൈൽഡ് എന്ന രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ സെമിനാർ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പഠനവും അതിലെ വൈകല്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്പെൽ ഡയറക്ടർ NU ഹാഷിം സംസാരിച്ചു. ചടങ്ങിൽ മുൻ MP PT തോമസ്, അബ്രഹാം വലിയകാല, വടകര NRI പ്രസിഡന്റ് ബിനീഷ് ഭാസ്കർ, സ്വാഗത സംഘം ചെയർമാൻ ജമാൻ വില്യാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. നവോദയ ദമാം ടൗൺ കുടുംബവേദി റാബിയ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഗ്രന്ഥപുര സർഗസംവാദ സദസ് 3ാം അധ്യായം ബദർ അൽ റാബി ഓഡിറ്റോറിയത്തിൽ സംഗമിച്ചു. KP അപ്പനും ശ്രീനാരായണ ഗുരുവും VKN-ഉം OV വിജയനും തുടങ്ങി KR മീരയും സുഭാഷ് ചന്ദ്രനും വരെ നീണ്ട വായനാനുഭവങ്ങൾ മുതിർന്നവർ പങ്കുവച്ചപ്പോൾ അവർക്കൊപ്പം തങ്ങളുടേതായ കൊച്ചു വായനാനുഭവങ്ങളും പങ്കുവച്ച് കുട്ടികളും സദസ്സിനെ വിസ്മയിപ്പിച്ചു. IT അഷ്റഫ്, അനു രാജേഷ്, ദേവൻ പട്ടാമ്പി, ശിവൻ കണ്ണൂർ, ബഷീർ വരോഡ്, സുരേഷ് കൊല്ലം തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ് പുറത്തിറക്കുന്ന അടുത്ത വർഷത്തേക്കുള്ള കലണ്ടറിന്റെ പ്രകാശനം അൽഖോബാർ ദോസരി ഹാളിൽ വെച്ച് OICC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് PM നജീബ് ദോസരി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് രാജ്കുമാർ നൽകി നിർവഹിച്ചു. ചടങ്ങിൽ ഷെഫീഖ് CK, ഗുണശീലൻ, ശിഹാബ് കൊയിലാണ്ടി, ഷെരീഫ് മാണൂർ, റഹീം അലനല്ലൂർ, റിയാസ് ഇസ്മായിൽ, അഷ്റഫ് തലപ്പുഴ, മഹേന്ദ്രൻ, രാജേഷ് നമ്പ്യാർ, സാബീർ, മുജീബ് കളത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. OICC തൃശൂർ ജില്ലാ കമ്മിറ്റി സമാഹരിച്ച നോർക്ക അംഗത്വ കാർഡുകൾ ദമാമിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മോഹനൻ അംഗത്വ കാർഡ് കൃഷ്ണദാസിന് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. റീജിയണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബൈജു കുട്ടനാട്, EM ഷാജി, കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. 2012 ഡിസംബർ 16 ദില്ലി കൂട്ടബലാത്സംഗത്തിലെ പ്രതിയെ പ്രായത്തിന്റെ ഇളവിൽ മോചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യസഭ ബാലനീതി ഭേദഗതി ബിൽ ചർച്ചയ്ക്കെടുത്തത്. ഇടവേളയില്ലാതെ 5 മണിക്കൂർ നീണ്ട വിശദമായ ചർച്ചകൾക്കൊടുവിൽ
ഭേദഗതി ശബ്ദ വോട്ടോടെ രാജ്യസഭ പാസാക്കി. 16 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്ക് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്കുള്ള വിചാരണ പ്രായപൂർത്തിയായവർക്കുള്ള രീതിയിലായിരിക്കും. 7 വർഷം വരെ ശിക്ഷ ലഭിക്കും. ശിക്ഷാരീതി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നിശ്ചയിക്കും. ബോർഡിൽ മനഃശാസ്ത്രജ്ഞരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി, BSP പിന്തുണച്ചു. കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നത ചർച്ചയിൽ വ്യക്തമായി. ഗുലാം അലി ആസാദ് ബില്ലിനെ സ്വാഗതം ചെയ്തു. രാജീവ് ഗൌഡ, ആനന്ദ് ശർമ്മ എന്നിവർ സാമൂഹ്യ അവബോധം വളർത്തണമെന്നും അടിയന്തരമായി നിയമം വേണ്ടതില്ലെന്നും വാദിച്ചു. ദില്ലി കൂട്ടബലാത്സംഗത്തിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്താനായി പാർലമെന്റ് നിയോഗിച്ച ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ പ്രായപരിധി കുറയ്ക്കുന്നതിനെ എതിർത്തിരുന്നുവെന്ന് സീതാറാം യെച്ചൂരി രാജ്യസഭയെ ഓർമ്മിപ്പിച്ചു. 14 വയസ്സിൽ തന്നെ കുട്ടികളെ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ യെച്ചൂരി ഇത്തരം സാഹചര്യങ്ങളിൽ പ്രായം വീണ്ടും കുറച്ച് നിയമം പാസാക്കുമോ എന്നും ചോദിച്ചു. വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വേണം നിയമനിർമ്മാണം നടത്താൻ. അതിനാൽ ബിൽ വിശദ ചർച്ചയ്ക്ക് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് ഭരണപക്ഷം അനുവദിച്ചില്ല. തുടർന്ന് വോട്ടെടുപ്പിൽ നിന്നും CPIM അംഗങ്ങൾ ഇറങ്ങിപ്പോയി. രാജ്യസഭ ബിൽ പാസാക്കുന്നതിന് സാക്ഷിയായി ജ്യോതി സിംഗിന്റെ മാതാപിതാക്കളായ ആശാദേവിയും ബദറി സിംഗും സന്ദർശക ഗാലറിയിൽ ഉണ്ടായിരുന്നു. രാജ്യത്തെ പെൺകുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിയമം സഹായിക്കുമെന്ന് മാതാവ് പിന്നീട് പ്രതികരിച്ചു. 2015 മെയ് 7 ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. ഇനി രാഷ്ട്രപതി ഒപ്പിട്ടാൽ നിയമം യാഥാർത്ഥ്യമാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. DDCA അഴിമതി ആരോപണം നേരിടുന്ന ജെയ്റ്റ്ലിക്ക് പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജെയ്റ്റ്ലി അഴിമതി ആരോപണങ്ങളിൽ നിന്നും മുക്തനാകുമെന്ന് BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മോദി പറഞ്ഞു. ആരോപണം ഉന്നയിച്ച കീർത്തി ആസാദിനെതിരെ BJP അച്ചടക്ക നടപടികൾ സ്വീകരിക്കും. DDC അഴിമതി ആരോപണം നേരിടുന്ന ജെയ്റ്റ്ലിയെ വിട്ട് ആരോപണം ഉന്നയിച്ച MP കീർത്തി ആസാദിനെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് BJP. ദില്ലിയിൽ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ജെയ്റ്റ്ലിക്ക് പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തി. ഹവാല അഴിമതിയിൽ നിന്നും LK അദ്വാനി മുക്തനായതുപോലെ ജെയ്റ്റ്ലിയും ആരോപണങ്ങളിൽ നിന്ന് മുക്തനായി രംഗത്ത് വരുമെന്ന് മോദി പറഞ്ഞു. ആരോപണം ഉന്നയിച്ച ബീഹാറിൽ നിന്നുള്ള MP കീർത്തി ആസാദ് യോഗത്തിൽ പങ്കെടുത്തില്ല. കീർത്തിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജെയ്റ്റ്ലി വിഭാഗം നേതാക്കൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ധാരണയാകും. ജെയ്റ്റ്ലിക്കെതിരായ അഴിമതി ആരോപണത്തിന് പിന്നിൽ LK അദ്വാനി വിഭാഗമാണെന്ന് മോദി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പക്ഷേ അഴിമതി ഉന്നയിച്ച ആളെ വേട്ടയാടുകയും ആരോപണം നേരിടുന്നയാളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുമോ എന്ന ഭയം സർക്കാരിനുണ്ട്. അതിനാൽ അടിയന്തര നടപടികൾ ഇക്കാര്യത്തിൽ BJPയിൽ ഉണ്ടാകില്ല. പക്ഷേ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം കീർത്തിക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. അരുൺ ജെയ്റ്റ്ലി നൽകിയ സിവിൽ മാനനഷ്ട കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ ദില്ലി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് നോട്ടീസ്. അഴിമതി ആരോപണം ഉന്നയിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർക്കെതിരെയാണ് ജെയ്റ്റ്ലി ദില്ലി ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. അതേസമയം DDCA അഴിമതി അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. ദില്ലി സർക്കാരാണ് അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചത്. ഗോപാൽ സുബ്രഹ്മണ്യമാണ് സമിതി അധ്യക്ഷൻ. കസ്തൂരി രംഗൻ വിഷയത്തിൽ കേരളത്തിന്റെ നിലപാട് തൃപ്തികരമല്ലെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ. കേരളം സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണ്. ജനവാസ കേന്ദ്രത്തിന്റെ അതിർത്തി നിർണയം തൃപ്തികരമല്ല. അടുത്ത മാസം സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുമെന്നും ജാവദേക്കർ ദില്ലിയിൽ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളുടെ അതിർത്തി പുനർനിർണയം സംബന്ധിച്ച റിപ്പോർട്ടിലാണ് കേന്ദ്രം കേരളത്തെ അതിർത്തി അറിയിച്ചത്. ഇക്കാര്യത്തിൽ കേരളം സമർപ്പിച്ച റിപ്പോർട്ടിൽ അവ്യക്തതകളുണ്ടെന്നും പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ചൂണ്ടിക്കാട്ടി. കേരളം സമർപ്പിച്ച ജനവാസ കേന്ദ്രങ്ങളുടെ അതിർത്തി പുനർനിർണയ റിപ്പോർട്ടിലാണ് പ്രശ്നങ്ങളുള്ളത്. കേരളത്തിൽ നിന്നുള്ള MPമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പരിസ്ഥിതി മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. റിപ്പോർട്ട് സംബന്ധിച്ച് അടുത്ത മാസം വിവിധ സംസ്ഥാനങ്ങളുമായി ചർച്ചയൊരുക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ പുനർനിർണയ റിപ്പോർട്ടുകൾ സംസ്ഥാനങ്ങൾക്ക് വ്യക്തമാക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനുശേഷമാകും അന്തിമ തീരുമാനമെടുക്കുകയെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ദില്ലിയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്നലെ കാണാതായ വയനാട് DMO ഡോക്ടർ PV ശശിധരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം പന്തല്ലൂരിലെ സ്വന്തം ക്ലിനിക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. ഇന്നലെ രാവിലെ മുതൽ DMOയെ കാണാനില്ലെന്ന ഡെപ്യൂട്ടി DMOയുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പോലീസും മലപ്പുറം DMOയും ബന്ധുക്കളും ചേർന്ന് ഇന്നും തുടർന്ന അന്വേഷണത്തിനൊടുവിലാണ് മലപ്പുറത്തെ പന്തല്ലൂർ മുടിക്കോട്ടെ വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ പന്തല്ലൂരിൽ നിന്നും വയനാട്ടിലേക്ക് ബസ് കയറിയെന്നായിരുന്നു നേരത്തെ ലഭിച്ച വിവരം. എന്നാൽ ഇത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു.
അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഒരു കത്ത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് കത്തിൽ പരാമർശിച്ചിട്ടില്ല. അതേസമയം മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ സ്വീപ്പർ തസ്തികകളിലേക്ക് ഡിഎംഒ തയ്യാറാക്കിയ ലിസ്റ്റ് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ഡിഎംഒയെ വിളിച്ച് ശാസിച്ചിരുന്നു. ലിസ്റ്റ് സംബന്ധിച്ച് കോൺഗ്രസ് AI ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കവുമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്മേൽ സമ്മർദ്ദമുണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഡിഎംഒമാരുടെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിമർശിച്ച് വീക്ഷണം മുഖലേഖനം. കരുണാകരനുമായി താരതമ്യം ചെയ്താണ് ലേഖനം. സാമുദായിക ശക്തികൾക്ക് വഴങ്ങുന്ന ആളായിരുന്നില്ല കരുണാകരനെന്നും അനർഹമായത് കൈയിട്ട് വാരാൻ കരുണാകരൻ ആരെയും അനുവദിച്ചിരുന്നില്ല എന്നും വീക്ഷണം പറയുന്നു. കരുണാകരന്റെ കാലത്ത് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തുമായിരുന്നുവെന്നും വീക്ഷണം ചൂണ്ടിക്കാണിക്കുന്നു. ലീഡർ കെ കരുണാകരന്റെ സ്മരണകളെ കൂട്ടുപിടിച്ചാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പാർട്ടി മുഖപത്രം പരോക്ഷമായി വിമർശിക്കുന്നത്. ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങുന്നു എന്ന ആക്ഷേപത്തെ വീക്ഷണം സാധൂകരിക്കുന്നത് ഇങ്ങനെ: ഓരോ ഘടകകക്ഷിയുടെയും ശക്തിയും സ്വാധീനവും അനുസരിച്ച് വിഹിതം നൽകാൻ കരുണാകരൻ പിശുക്ക് കാണിച്ചിരുന്നില്ല. എന്നാൽ അനർഹമായത് അവകാശപ്പെടാനും കൈയിട്ട് വാരാനും ആരെയും അനുവദിച്ചിരുന്നില്ല. സാമുദായിക നേതാക്കന്മാരുമായി കെ കരുണാകരന് ആത്മബന്ധമുണ്ടായിരുന്നു. ഒരു സമുദായത്തിന് പരിഗണന, ഇതര സമുദായത്തിന് അവഗണന എന്ന വിവേചനം കരുണാകരന്റെ കാലത്തുണ്ടായിരുന്നതേയില്ല. എല്ലാ സമുദായങ്ങളെയും തൃപ്തരാക്കിയ കരുണാകരന്റെ ബന്ധം ചുമലിൽ തൊട്ടുള്ള സൗഹാർദ്ദമായിരുന്നു, മറിച്ച് കാലിൽ തൊട്ടുള്ള വിധേയത്വമായിരുന്നില്ല. അസാമാന്യ ഭരണനിർവഹണ ശേഷിയുണ്ടായിരുന്ന കരുണാകരന്റെ ആജ്ഞകളെ ധിക്കരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും ധൈര്യപ്പെട്ടിരുന്നില്ല. തലയിരിക്കുമ്പോൾ വാലാടുന്ന രീതി കരുണാകരൻ വെച്ചുപൊറുപ്പിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രിയെ വീക്ഷണം ഓർമ്മിപ്പിക്കുന്നു. നാളെ കെ കരുണാകരന്റെ വിയോഗത്തിന് 5 ആണ്ടുകൾ തികയുന്ന വേളയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുത്തി വീക്ഷണം രംഗത്തെത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ കത്തിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉരുണ്ടുകൂടുന്നതിനിടെ ഐ ഗ്രൂപ്പ് നിയന്ത്രണത്തിലുള്ള പാർട്ടി പത്രം കൂടി മുഖ്യമന്ത്രിയെ പുറകിൽ നിന്ന് കുത്തിയതിനെ എ ഗ്രൂപ്പ് മാനേജർമാർ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ സൗഹൃദ സന്ദർശനം നടത്തി മെഗാസ്റ്റാർ മമ്മൂട്ടി. നാട്ടിൽ വരാൻ പോകുന്ന വമ്പൻ പദ്ധതിയുടെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടുപോകുക മാത്രമാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്ന് മമ്മൂട്ടി പറഞ്ഞു. സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ജനുവരിയിൽ ഉണ്ടാകുമെന്നും CEO ബാബു ജോർജും പറഞ്ഞു. ഇവർ എന്നെ വിളിച്ചു, ഞാൻ വന്നു. സ്മാർട്ട് സിറ്റിയിൽ സൗഹൃദ സന്ദർശനം നടത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വാക്കുകൾ. അങ്ങനെയൊന്നുമില്ല, ഞാനങ്ങനെ ചുമ്മാ ഒന്നറിയാം. ഇവരൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് നേരത്തെ. അപ്പോൾ ഇവിടെ ഇവർ വന്നു, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഒന്ന് കാണാൻ വരുമെന്ന് ചോദിച്ചു. ശരി കാണാം എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ എങ്ങനെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടാത്തൊക്കെ പറയാമല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത്ര ഒരു വലിയ സംഭവം നടക്കുന്ന ഇവിടം വരെ എന്നറിയാനുള്ള ഒരു ആഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ്. അത് എവിടം വരെ ആയി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കേൾക്കുന്നല്ലേ ഉള്ളൂ. ചുമ്മാ കാണാൻ ഇതിനകത്തോട്ട് കയറ്റി വിടണം ഇങ്ങനെ ആണെങ്കിലും അനുവാദം വേണം. അതുകൊണ്ട് കയറി വന്ന പിന്നെ അവരെല്ലാം കൂടെ എങ്ങനെ ഇരുന്ന് എന്തൊക്കെയാണെന്ന് പറയുന്നു. ഇതിനകത്തൊരു ഔപചാരികതയൊന്നുമില്ല, ഒരു സൗഹൃദ സന്ദർശനം അതിനപ്പുറത്തേക്കൊന്നുമില്ല. IT മേഖലയിൽ കേരളത്തിന് ആഗോളതലത്തിൽ അഭിമാനമാകാൻ പോകുന്ന കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പണി പൂർത്തിയായി കഴിഞ്ഞാൽ വലിയ തൊഴിലവസരങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ജോലിക്ക് ആളെ എങ്ങനെ എടുക്കും, എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര കാലം ഇവിടെ നിൽക്കാനാകും തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ മെഗാതാരം ചോദിച്ചെറിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തൃപ്തനാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ: ഇതിനകത്ത് എന്റെ തൃപ്തിയൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല. നമ്മുടെ നമ്മുടെ നാട് വളരെ ചെറുതല്ലേ. കൊച്ചു കേരളത്തിൽ ഇതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കണ്ടിടത്തോളം. പിന്നെ ഇപ്പോൾ ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ മെഡ്രാസിലോ ഒക്കെ ഉള്ളതുപോലെ ഗവൺമെൻറ് മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ സഹായം നമ്മുടെ ഒരു പകുതി ഭാഗം ദുബൈയിലാണല്ലോ. സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം ജനുവരിയിൽ ഉണ്ടാകും. സ്മാർട്ട് സിറ്റിയുടെ പ്രധാന പങ്കാളിയായ ദുബായ് ഉൾക്കൊള്ളുന്ന UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത ശേഷം ഉദ്ഘാടനം വലിയ ഉത്സവമാക്കി നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സ്മാർട്ട് സിറ്റി CEO ബാജു ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദില്ലിയിൽ BSFന്റെ ചെറുവിമാനം തകർന്നു വീണ് മുഴുവൻ യാത്രക്കാരും മരിച്ചു. 10 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ദില്ലിയിൽ നിന്ന് റാഞ്ചിയിലേക്ക് പോവുകയായിരുന്ന വിമാനം ദ്വാരകയിലാണ് തകർന്നു വീണത്. റിപ്പോർട്ടിലേക്ക്. ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ദില്ലിയിൽ നിന്നും റാഞ്ചിയിലേക്ക് പോവുകയായിരുന്നു BSFന്റെ സൂപ്പർ കിങ് 200 ശ്രേണിയിൽപ്പെട്ട ചെറുവിമാനം. ദില്ലി വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ എഞ്ചിൻ തകരാർ ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് വിമാനം തിരിച്ചിറക്കാൻ ശ്രമിക്കുകയായിരുന്നു. റൺവേക്ക് സമീപമുള്ള മതിലിൽ തട്ടിയ വിമാനം അടുത്ത് നിർമ്മാണം നടക്കുകയായിരുന്ന കെട്ടിടത്തിലേക്ക് തകർന്നു വീണു. ഇവിടെ ജോലി ചെയ്തിരുന്ന പലർക്കും പരിക്കുപറ്റി. വിമാനത്തിലുണ്ടായിരുന്ന BSF ഡെപ്യൂട്ടി കമാൻഡർ അടക്കം 3 ഉദ്യോഗസ്ഥരും BSFലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും പൈലറ്റും കോ പൈലറ്റും അപകട സ്ഥലത്ത് തന്നെ മരിച്ചു. അപകടം നടന്നയുടൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഒരു റൺവേ അല്പസമയത്തേക്ക് അടച്ചിട്ടു. അഗ്നിശമന സേനയുടെ 15 യൂണിറ്റ് എത്തിയാണ് തീ കെടുത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥലം സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ മുഖ്യ കഥാപാത്രമായി വെള്ളിത്തിരയിലേക്ക് എത്തുന്ന ഹ്രസ്വചിത്രം ബോൺയൂർ മയ്യഴിയുടെ ചിത്രീകരണം ആരംഭിച്ചു. മയ്യഴിയിലും പരിസര പ്രദേശങ്ങളുമായി നടക്കുന്ന ചിത്രീകരണം ഈ മാസം അവസാനമാകുന്നതോടെ പൂർത്തിയാകും. മയ്യഴിയുടെ ചരിത്രവും സംസ്കാരവും പ്രണയവും മിത്തുകളും അക്ഷരങ്ങളിൽ സമന്വയിപ്പിച്ച കഥാകാരൻ അഭ്രപാളികളിലേക്ക് എത്തുകയാണ്. ഒപ്പം കഥാപാത്രങ്ങളും. ഇന്റർനെറ്റ് യുഗത്തിൽ തന്റെ കഥാപാത്രങ്ങളോട് നീതി പുലർത്താനായോ എന്ന ആത്മപരിശോധനയുടെ ഇതിവൃത്തവുമായി മയ്യഴിയുടെ കഥാകാരൻ മുകുന്ദൻ അഭ്രപാളികളിലേക്ക് എത്തുമ്പോൾ സാഹിത്യപ്രേമികൾക്ക് മുന്നിൽ ഭാവനയുടെ മറ്റൊരു ചിറക് വിടർത്തുകയാണ് മുകുന്ദനിലെ എഴുത്തുകാരൻ. എന്തിനാണ് ഞാൻ ആ 2 കുട്ടികളെ ചെറുപ്പത്തിലെ കൊന്നു വെള്ളിയാങ്കലിലേക്ക് പറഞ്ഞിട്ടുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. അത് ഒരു എഴുത്തുകാരൻ അനുഭവിക്കുന്ന സംഘർഷങ്ങളാണ്. ഒരു കഥാപാത്രം പോകുന്ന വഴി ചിലപ്പോൾ അത് എഴുത്തുകാരൻ ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷെ ആ നോവല് അത് ആവശ്യപ്പെടുന്നുണ്ട്. മുകുന്ദൻ സ്വയം കഥാപാത്രമായി എത്തുന്ന ബോൺയൂർ മയ്യഴി എന്ന ഹ്രസ്വചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് കൈരളി TV മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫാണ്. ഇതൊരു ഷോർട്ട് ഫിലിം എന്നതിന് പുറമെ ഇത് ലോകത്തിലെ മുകുന്ദൻ്റെ കൃതി, അതായത് മയ്യഴിപ്പുഴ തീരങ്ങൾ എന്ന കൃതി വായിച്ച എല്ലാവരുടെ മനസ്സിലുള്ള വെള്ളിയാങ്കലിനെ ആദ്യമായിട്ട് ഒരു ദൃശ്യമാധ്യമത്തിൽ കാണിക്കുകയാണ്, ഒരു ഷോർട്ട് ഫിലിമിലൂടെ. അകം പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാണം. ചന്ദ്രികയും ഗസ്തോൺ സായിപ്പും കറമ്പിയും ചോയ്യുമെല്ലാം ചോദ്യശരങ്ങളുമായി കഥാകാരന്റെ മുന്നിലെത്തുന്നു. മയ്യഴിയുടെ ഇരുകാലങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണിവിടെ. കുഞ്ഞുനാളുകളിലെ മിത്തുകളെ നെഞ്ചോടടുക്കി പിടിച്ച് മുകുന്ദൻ ഇന്നും പറയുന്നു, വെള്ളിയാങ്കല്ലിലെ ആത്മാക്കളായ തുമ്പികളെ പൊളിച്ചെഴുതാൻ തന്റെ പഴയ കഥാകാരനാവില്ലെന്ന്. വെള്ളിയാങ്കല്ലിൽ ഇനിയിപ്പോൾ ഒരു പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇനിയുള്ള തലമുറകൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന തുമ്പികളായിരിക്കില്ല, മദ്യക്കുപ്പികളായിരിക്കും. ഇതാണ് എൻ്റെ ഭയം. എൻ്റെ മനസ്സിലൊരു വെള്ളിയാങ്കലുണ്ട്, അതങ്ങനെ തന്നെ നിന്നോളട്ടെ. അവിടെ പോയിട്ട് അതുകൊണ്ട് ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല, ഇനി പോവുകയുമില്ല. എഴുത്തുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും അപൂർവവും അമൂർത്തവുമായ നിമിഷങ്ങളാണ് വന്ദനം മയ്യഴി മുന്നോട്ട് വെക്കുന്നത്. കഥാപാത്രങ്ങൾ എഴുത്തുകാരന് മുന്നിലേക്ക് ചോദ്യങ്ങളുമായി വരുന്നു.